പിന്നെ ഇത് പിന്നെ പോലീസൊക്കെ വന്നപ്പോഴാണ് സംഭവം എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും. അത് മറ്റേ ഇളയ കുഞ്ഞും ഓടുമായിരുന്നു. ഇപ്പൊ ഇവിടെ ഈ മൂത്ത കുഞ്ഞ് അങ്ങോട്ട് മാറിയെന്ന് കരയുള്ളൂ. ഓടി കണ്ടിട്ടില്ല. പിന്നെ പുറത്തോട്ട് പോയി വല്ല തേങ്ങ വല്ലതൊക്കെ എടുത്തിട്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് വെട്ടി പോയിച്ച് തിന്നുകൊണ്ടിരിക്കുന്ന കാണും. നല്ല കാര്യം എനിക്കറിയില്ല. ഇല്ല ഇല്ല, ഇവിടെ വന്നിട്ടുമില്ല, ഞാൻ കണ്ടിട്ടുമില്ല, അറിയില്ല. ഈ കുട്ടികൾ തമ്മിലുള്ള അടിപിടിയാണോ അതോ ഈ അമ്മ മർദ്ദിക്കുന്നതാണോ? അത് കുട്ടികൾ തന്നല്ല, അല്ലാതെ അമ്മ വെറുതെ മർദ്ദിക്കുന്നതല്ല. ഈ തല്ലുകുടുംബം അല്ല, അവര് തങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും. അവരുടെ ഭാഷ അറിയാമെങ്കിൽ കറക്റ്റായിട്ട് പറയായിരുന്നു. അപ്പോൾ അവരുടെ ഭാഷ അറിയില്ല, അതുകൊണ്ട് എന്താണെന്നുള്ള വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. വടിയൊക്കെ കൊണ്ടാണോ അടിക്കുന്നത്? കയ്യിൽ എന്താണ് കിട്ടുന്നത് അത് വെച്ച് അടിക്കും. അമ്മയെ അടിക്കും, ആ പിള്ളേരും അടിക്കും. നിരന്തരമായ ശബ്ദം കേൾക്കാം. അമ്മയ്ക്ക് പറഞ്ഞ് ഞാൻ കണ്ടോണ്ടിരിക്കും, ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുക. അന്ന് ഞാനിവിടെ ഉണ്ടായിരുന്ന അകത്ത് കഥ അടച്ചിട്ട് അകത്തിരിക്കുകയായിരുന്നു. പറയാം എൻ്റെ കുഞ്ഞുങ്ങൾ ഇറങ്ങി ഓടും, മോളെ കുട്ടിയെ ഉള്ളതുകൊണ്ട് അവർ ഇറങ്ങി റോഡിൽ പോകുന്നുണ്ട്. ഞാൻ കഥ അടച്ചിട്ട് അകത്തിട്ടു. എപ്പോഴും വിളിയ കേട്ടു, എന്നും കേൾക്കണോണ്ട് നമുക്ക് വലിയ ഇതൊന്നുമില്ല. ഇല്ല ഇല്ല ഇല്ല, അവർ തങ്ങളിൽ ഒരു പ്രശ്നമില്ല. അതിപ്പോഴാണ് ഞാൻ അറിയുന്നത്. 4 മക്കളുണ്ട് എന്നല്ല, ഇന്നാണ് അറിയുന്നത്. ഇന്നലെ രാത്രി വരെ അറിഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ പറയണം അത് 4 മക്കളുണ്ട്, 2 എണ്ണം വേറെയാണ് എന്നൊക്കെ നമുക്ക് അറിയാതെ പറയാൻ പറ്റില്ല. അമ്മ ക്രൂരമായി മർദ്ദിക്കുമെന്നാണോ? അങ്ങനെയല്ല, അവര് കിട്ടുന്ന ദേഷ്യത്തിൽ അപ്പോഴങ്ങ് ചെയ്യുന്നു. എന്നാൽ പിന്നീട് അവർ വലിയ സ്നേഹമാണ്. മക്കളുമായിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ടൊക്കെ നടക്കണ കാണാം. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും, കൊടുക്കും. അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഞാനിവിടെ ഉണ്ടായിരുന്നു, വീട്ടിൽ. എൻ്റെ പേര് വഹാബ്. വഹാബ്. അപ്പം ഞാനിവിടെ ഇരുന്നിട്ട് ഈ ബഹളം കേട്ടിട്ട് വിളി കേട്ടിട്ട് ഞാനിപ്പോൾ മൊബൈൽ എടുത്തിട്ട് സിനിമയും കണ്ടുകൊണ്ട് അങ്ങ് കയറിയിരുന്നു. ഈ സാധാരണ വീടുകളിൽ പിള്ളേർ തമ്മിലുണ്ടാകുന്ന അടിപിടിയൊക്കെ ഉണ്ടാകാറുണ്ട്. അല്ല, നമ്മൾ സാധാരണ അടിക്കുന്നത് ഒരു കമ്പെടുത്ത് തുടയ്ക്കുക നമ്മളെ മലയാളീസ് ചെയ്യുന്നത്. അങ്ങനെ അവരുടെ ശീലം അങ്ങനെയാണ്. അങ്ങ് എവിടെയാന്ന് വെച്ചാൽ അങ്ങ് കൊടുക്കും. അങ്ങനെ അങ്ങ് കണ്ടിട്ടുള്ള പല ദിവസവും അവരിവിടെ നിന്നും കൊണ്ട് വഴിയിലിട്ട് അടിക്കുന്നു. അത് പിള്ളേർ തങ്ങളിലടിക്കുന്നതും ഈ തള്ളടിക്കുന്നതും അങ്ങനെയാണ്. നമുക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റാത്ത അത്രേ ഉള്ളൂ. പിന്നെ അവരുടെ ഭാഷ നമുക്ക് അറിഞ്ഞിടത്തുണ്ട്. അവരുടെ പറഞ്ഞാലും മനസ്സിലാവില്ല, നമ്മൾ കേട്ടോണ്ട് നിൽക്കാനേ പറ്റും. അപ്പൊ അവർ രണ്ടുപേരും ജോലിക്ക് പോകുന്ന സമയത്ത് കുട്ടികൾ ഒറ്റയ്ക്കായിരിക്കും? അവർ മാത്രമായിരിക്കും. അപ്പൊ ഈ ഭാഗത്തൊക്കെ വരാറുണ്ടോ? ഇവിടേക്ക് വന്നിട്ട് ഇവിടേക്ക് വന്ന് കറങ്ങിയിട്ട് പിന്നെ റോഡേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഈ 2 പിള്ളേരും അങ്ങനെ. ബാക്കിയുള്ളതൊന്നും എനിക്കറിയില്ല. അവർക്ക് വേറെ ഭാര്യ ഉണ്ടോന്നും നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. ഇന്നലെ ബഹളോ കരച്ചിലൊക്കെ കേട്ടാണ്. അത് സ്ഥിരം ഉള്ളതുകൊണ്ട് രാവിലെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 9:30 മണിയൊക്കെ ആയപ്പോഴും അത് കഴിഞ്ഞാണ് ഈ പെണ്ണ് പോയെന്നാണ് പറയണത്. അത് ഞാൻ കണ്ടില്ല. ഇളയ കുഞ്ഞും ഇവിടെ ഇതിൻ്റെ മേലിൽ കയറി കിടക്കണുണ്ട്. അപ്പോഴും നോക്കിയപ്പോൾ വെയിലത്ത് അങ്ങനെ കിടക്കണം. അപ്പോഴാണ് അതിനു മുമ്പാണ് മറ്റേ കുഞ്ഞ് പോയത്.